ഞാനിവിടെ ഇരുന്നപ്പോൾ പരിശുദ്ധ ആത്മാവിൻ്റെ അകത്തൊരു പദത്തെ പറഞ്ഞു. ആ പ്രവചന ശബ്ദത്തെ ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ നടുവിലേക്ക് ഇടാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിനകത്ത് നാളുകളായി കളം വിതച്ചിരിക്കുന്ന, നിന്റെ തലമുറയുടെ മേൽ നാളുകളായി കളം വിരിച്ചിരിക്കുന്ന, നിന്റെ സമാധാനത്തെ നാളുകളായി നഷ്ടപ്പെടുത്തിയ, നിന്റെ ശരീരത്തെ രോഗം കൊണ്ട് പിടിച്ചു മുറുക്കുന്ന പൈശാചിക ശക്തികളെ ഇന്ന് പകൽ ഹൈജാക്ക് ചെയ്ത് പിടിക്കാൻ കഴിവുള്ള ദൈവജനം ആത്മാവിൽ സ്തുതിച്ചു തുടങ്ങിക്കോ. ഓ ശകരബല ഹസതേരിയാദന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവ് അത് തന്നെ എന്നോട് പ്രവചിക്കാൻ പറയുന്നു. പൈശാചിക മണ്ഡലത്തെ ഹൈജാക്ക് ചെയ്യാൻ ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം. ഓ ഇനി നിന്റെ കൂടാരത്തിനകത്ത് പിശാച് പ്രവർത്തിക്കരുത്. ആമേൻ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇനി നിന്റെ വരുമാന മാർഗത്തിൽ പിശാച് പ്രവർത്തിക്കരുത്. ഇനി നിന്റെ ഭാവിയുടെ മേൽ പിശാച് പ്രവർത്തിക്കരുത്. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നീ അതിനെ വേരോടെ പിടിച്ചു കുലുക്കാൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ അതിന്റെ മേൽ ജയമെടുക്കുവാൻ ഒരതോറിറ്റി പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. എനിക്കറിയാം ഈ മിനിറ്റുകളിൽ എന്തോ ഭയങ്കരമായത്. അഭിഷക്തദാസൻ പ്രസംഗിച്ച ഒരു പദത്തെ ഞാൻ ഇന്ന് പകൽ നിങ്ങളുടെ ഇടയിലേക്ക് ഇടുകയാ. വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല. ഇന്ന് ഞാൻ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ നടക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നടക്കാം. ഇന്ന് ചില രോഗികൾ ഇതിനകത്ത് സൗഖ്യമാകുന്നു. ചില രോഗികൾ ഇതിനകത്ത് സൗഖ്യമാകുന്നു. മെഡിക്കൽ ശാസ്ത്രം വിധി എഴുതിയ, മെഡിക്കൽ ശാസ്ത്രം കൈവിട്ട രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് പ്രാർത്ഥിച്ചോണ്ടിരുന്നേ. ദേവാ നിൻ മഹിമയല്ല പരിശുദ്ധ സ്ഥലത്ത് മൂടുവേ. ദേവാ നിൻ മഹിമയല്ല പരിശുദ്ധ സ്ഥലത്ത് മൂടുവേ. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുവേ. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുവേ. ദേവാ പ്രസന്നമേ. അറിയാവുന്നവരെല്ലാം ആ പദം ഒന്ന് പാടിയാട്ടെ. ഇറങ്ങിയേ വന്ദിടുവേ. ദേവാ നിൻ മഹിമയല്ല. ആ ഇരുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി. സ്ഥലത്ത് മൂടുവേ. ദേവാ നിൻ മഹിമയല്ല പരിശുദ്ധ സ്ഥലത്ത് മൂടുവേ. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുവേ.
കർത്താവിന് ഇന്ന് പകല് എന്തോ ഡിഫറൻ്റ് ആയത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. കർത്താവ് ചെറുടെ ലൈഫിനകത്ത് തൊടാൻ തുടങ്ങുകയാ. കർത്താവ് ചെറുടെ ലൈഫിനെ തൊടാൻ തുടങ്ങുകയാ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോണ്ടിരുന്നാട്ടെ. എനിക്കറിയാം ഇന്ന് പകല് കർത്താവ് ഇതിനകത്ത് എന്തോ ഭയങ്കരമായത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്തോ ഡിഫറൻ്റ് ആയത്. യേശുവിന്റെ നാമത്തിൽ ആരും കണ്ണുകൾ തുറന്ന് നോക്കണ്ട, അടുത്തിരിക്കുന്നവരെ നിങ്ങൾ നോക്കണ്ട. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് ആ സൗഖ്യം വേണ്ടത്, എനിക്ക് ആ വിടുതൽ വേണ്ടത്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഹോളി സ്പിരിറ്റിന്റെ പ്രസൻസ് ഇറങ്ങി നിൽക്കുന്ന ടൈമിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ലൈഫിനകത്ത് അസാധാരണമായത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് നീ ചിലതിനെ കൊണ്ടേ പോകത്തുള്ളൂ. ഇന്ന് നീ ചിലതിനെ ഇവിടെ ഊരി എറിഞ്ഞിട്ട്, ഇന്ന് നീ ചിലതിനെ ഇവിടെ കൊടഞ്ഞ് കളഞ്ഞിട്ട്, ഇന്ന് നീ ചിലതിനെ ഇവിടെ ഹല്ലേലൂയ വിട്ട് കളഞ്ഞിട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പാമ്പുകളുടെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ഇന്ന് പകൽ അഴിഞ്ഞു മാറുകയാ. നാളുകളായി നിന്നെ ചുറ്റി വരിഞ്ഞ് നിന്റെ സമാധാനത്തെ കെടുത്തുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചിലതിനെ കർത്താവ് കയറ് കെട്ടിയതിനെ ചിലതിനെ ഇന്ന് കർത്താവ് അഴിച്ചോണ്ട് പോവുകയാ. കർത്താവ് ഇന്ന് ചിലതിനെ അഴിച്ചു വിടുകയാ. കർത്താവിന് ഇന്ന് ചിലതിനെ ഇതിനകത്തൊന്ന് ആവശ്യമുണ്ട്, ചിലതിനെ ഇതിനകത്ത് കർത്താവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് ചിലതിന് ആവശ്യം. പരിശുദ്ധ സ്ഥലത്ത് ഓടുകേ ദേവാവിൻ മഹിമേ പരിശുദ്ധ സ്ഥലത്ത് ഓടുകേ ദേവാവിൻ മഹിമേ. പരിശുദ്ധ സ്ഥലത്ത് ഓടുകേ. മോനെ, നിന്റെ പരിശുദ്ധാത്മാവത്തോട് നീ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ലൈഫിനെ കർത്താവ് ഭയങ്കരമായി ചേഞ്ച് ആക്കുക. നിന്നെ കർത്താവിന് ഒത്തിരി ആവശ്യമുണ്ട് മോനെ. നേരത്തെ പറഞ്ഞ പദം ഞാൻ ഹല്ലേലൂയ അഭിഷേക്തൻ പറഞ്ഞ പദം, നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ യേശുവിനെ കയറുവാൻ ഒരവസരം കൊടുക്കുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്തു നിന്ന് നീ ആത്മാർത്ഥമായി യേശുവേ എന്നൊന്ന് വിളിക്കുന്നുവെങ്കിൽ, നിന്റെ വായിൽ നിന്ന് യേശുവേ എന്നൊന്ന് നീ വിളിക്കുന്നുവെങ്കിൽ, ആത്മാവനോട് പ്രവചിക്കുന്നു, ഹല്ലേലൂയ, നിന്റെ കഴുത്തിലെ ചില കുരുക്കുകളെ സ്വർഗം ഇന്ന് പകൽ അഴിക്കുകയാ. എനിക്കറിയാം നിന്റെ ശരീരത്തിൽ അസാധാരണമായ സാന്നിധ്യം തൊടുന്നു. നിന്നെ കർത്താവ് ഭയങ്കരമായി ചേഞ്ച് ആക്കുകയാ. നിന്നെ യേശുവിന് വേണം. ഹല്ലേലൂയ. നിന്നെ യേശു കർത്താവിന് വേണം. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചോ. നീ നിന്റെ വായ് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചാട്ടെ. ആത്മാവിനോട് പറയുന്നു, കഴിഞ്ഞ രാത്രി പോലും മരണത്തെ പറ്റി ചിന്തിച്ച ടൈം ആയിരുന്നു നിന്റെ ലൈഫിൽ. യെസ്, ഞാൻ എന്തിന് ജീവിക്കണം, ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? ഹല്ലേലൂയ. നിന്റെ ഓരോ മിനിറ്റിലുമുള്ള ചിന്തയതാ. ഹല്ലേലൂയ. നിന്റെ ഓരോ സെക്കൻഡിലുമുള്ള ചിന്തയതാ. പക്ഷെ ഞാനിന്ന് പറയുന്നു, നീ യേശുവിന് വേണ്ടി ജീവിക്കാൻ റെഡിയാണോ?
നീ യേശുവിന് വേണ്ടി ജീവിക്കാൻ റെഡിയാണോ? യെസ്. നീ യേശുവിന് വേണ്ടി ജീവിക്കാൻ റെഡിയാണോ? ആമേൻ. നിന്റെ ലൈഫിനെ കർത്താവ് തൊടും. ഹല്ലേലൂയ. ഒരാത്മഹത്യയുടെ പിശാചും നിന്റെ മേൽ ജയമെടുക്കത്തില്ലെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക. ഇന്നു മുതൽ ഹല്ലേലൂയ, നീ ഒരു പുതിയ സൃഷ്ടിയായി. ഓ ദേവാനി അവന്റെ മെത്തോട്ടോ ഭയങ്കര സാന്നിധ്യം അവന്റെ വീഴുകയാ. ഞാൻ കാണുന്നു ഒരു ചെതുമ്പലുകൾ താഴെ വീഴുന്നത് പോലെ നിന്റെ ലൈഫിനകത്ത് ചില ഇരുളിന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് താഴെ വീഴുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. നിന്റെ ശരീരത്തിനകത്തുകൂടെ എന്തൊക്കെയോ ഒത്തിരി മടിയോടെ നീ ഇവിടെ വന്നിരുന്നത്, ഒത്തിരി മടി പിടിച്ച നീ ഇതിനെ വന്നേ. ആരുടെയോ നിർബന്ധം കൊണ്ട് നീ വന്നതാ. ഹല്ലേലൂയ. ആരുടെ നിർബന്ധം കൊണ്ട്. ഹല്ലേലൂയ. പക്ഷെ ആത്മാ പ്രവചിക്കുന്നു, നിന്റെ ലൈഫിന് ഇന്നൊരു തിരിവ് സംഭവിക്കും. നിന്റെ ലൈഫിനകത്ത് ഇന്നൊരു വെളിച്ചം. ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഇരുളായി കിടക്കുന്ന റൂമിനകത്ത് ഒരു മെഴുകുതിരി വെളിച്ചം കത്തിക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തിനകത്തൂടെ ഞാൻ കാണുന്നു. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്കൻഡിൽ പോലും ഒത്തിരി ചിന്തകൾ നിന്റെ ഹൃദയത്തിലൂടെ ഒഴുകിപ്പോകുകയാ. ഞാൻ ആർക്കു വേണ്ടി, ഞാൻ എന്തിനു വേണ്ടി, എന്റെ ലൈഫ് എന്തിന്? യേശുവിന്റെ നാമത്തിൽ നിന്റെ ലൈഫിനകത്ത് അസാധാരണമായ വിടുതൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. പാടിയാട്ടെ എല്ലാവരും, പാടിയ പദം എൻ ജീവനെ കാണും. അസാധാരണമായ സാന്നിധ്യം നമ്മുടെ നടുവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വേദഭാഗം വായിച്ച് അല്പമിനിറ്റുകൾ വചനത്തിൽ നിന്ന് ചിന്തിച്ച് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കും. എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഇതിനകത്ത് എന്തൊക്കെയോ വലിയവ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വേദഭാഗം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വേദഭാഗം. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. ആമേൻ. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആമേൻ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. നീ ഒരു കാര്യം നിരൂപിക്കും, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. ആമേൻ. ഹല്ലേലൂയ. വായ് തുറന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഒരു കാര്യം നിരൂപിക്കും, അത് സാധിക്കും. അതേത് കാര്യമാണെങ്കിലും, എത്ര വലിയ കാര്യമാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ഞാൻ നിരൂപിക്കും, അത് സാധിക്കും. ആമേൻ. ഉറപ്പുള്ളവർ ചേർന്ന് സ്തുതിച്ചാട്ടെ. പ്രാർത്ഥിക്കുന്ന ഞാൻ നിരൂപിക്കും. നിനക്കെതിരെ ആഭിചാരം ചെയ്യുന്നവൻ നിരൂപിക്കുന്നതല്ല, നിനക്കെതിരെ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവൻ നിരൂപിക്കുന്നതല്ല, നിന്റെ ഡോക്ടർ പറയുന്നതല്ല, നീ കഴിക്കുന്ന മെഡിസിൻ പറയുന്നതല്ല. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുന്ന നീ നിരൂപിക്കുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലും പറയുന്നതല്ല നിന്റെ വീടിനകത്ത് സംഭവിക്കാൻ തുടങ്ങുന്നത്, ആരെങ്കിലും പറയുന്നതല്ല നിന്റെ ലൈഫിൽ ഇനി നടക്കാൻ പോകുന്നത്. പ്രാർത്ഥിക്കുന്ന നീ പറയുന്നത്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രാർത്ഥിക്കുന്ന നീ പറയുന്നത് സാധിക്കൂ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നീ പറയുന്നത്. സഹോദര സഹോദരി, മാതാവേ, ഇന്ന് ഞാൻ വിളിച്ചു പറയാ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പറയുന്നത്. ചൂടാറാ
യേശുവിന്റെ നാമത്തിൽ നീ ഇപ്പൊ എന്താണോ നിരൂപിക്കുന്നത് അത് സംഭവിക്കാൻ തുടങ്ങുകയാ. നിങ്ങൾ ഇവിടെ ഇരുന്ന് കരമടിക്കുമ്പോ, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ, നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ നീ നിരൂപിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. എന്താ നിനക്ക് ആവശ്യം? നിരൂപിച്ച് പ്രാർത്ഥിച്ചോ. എന്താ നിനക്ക് വേണ്ടത്? നിന്റെ വീടിനകത്ത് എന്താ നിനക്ക് നടക്കേണ്ടത്? എന്താ നിന്റെ തലമുറയിൽ നടക്കേണ്ടത്? എന്താ നിന്റെ ശരീരത്തിനകത്ത് ആവശ്യം? ഇന്ന് നീ എന്താണ് നിരൂപിക്കുന്നത്? ഹല്ലേലൂയ. എനിക്കറിയാം ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് നിരൂപിക്കുമ്പോ പിശാചിന്റെ നിരൂപണങ്ങൾക്ക് മുകളിൽ അടുത്ത റേഞ്ചിൽ നിങ്ങളുടെ നിരൂപണങ്ങളെ പിശാചിന്റെ നിരൂപണത്തിന്റെ മുകളിലുള്ള റേഞ്ച് പിടിക്കുവാൻ, പിശാചിന്റെ നിരൂപണങ്ങൾക്ക് മുകളിലുള്ള റേഞ്ചിനകത്ത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ നിരൂപണങ്ങൾ ഹല്ലേലൂയ പിശാചിന്റെ മുകളിൽ, ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ ഭാവിയെ പറ്റി പിശാചിട്ട നിരൂപണമല്ല നിന്റെ വീടിനകത്ത് നടക്കുന്നത്. നിന്റെ സാമ്പത്തിക മേഖലയെ പിശാചിട്ട നിരൂപണമല്ല നടക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയാം, നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്ക, ജാതികളുടെ ധനം നിന്റെ വീടിനകത്ത് വരുമെന്ന്. യേശുവിന്റെ നാമത്തിൽ നീ നിരൂപിക്കുന്നത് സംഭവിക്കാൻ തുടങ്ങുകയാ. നീ പ്രാർത്ഥിക്കുന്നത് നടക്കാൻ തുടങ്ങുകയാ. നിന്റെ കൂടാരത്തെ നോക്കി നീ നിരൂപിക്കുന്നത്, നിന്റെ ഭാവിയെ നോക്കി നീ നിരൂപിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിരൂപിക്കുന്നത് തമ്പുരാൻ നിനക്ക് തുറക്കുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അസാധാരണമായ സാന്നിധ്യം, പിശാചിന്റെ നിരൂപണങ്ങൾ, പിശാചിന്റെ മനക്കോട്ടകൾക്ക് മുകളിൽ ആത്മാവിന്റെ ഒരു സ്വാതന്ത്ര്യം. പിശാചിട്ടതല്ല നിന്റെ കൂടാരത്തിനകത്ത് നീ നടക്കുന്നത്. ഇന്നലെ വരെ പിശാചിന്റെ നിരൂപണം നിന്റെ തലയിൽ നടന്നെങ്കിൽ, ഇന്നലെ വരെ പിശാചിന്റെ നിരൂപണം നിന്റെ ഭാവിയിൽ നടന്നെങ്കിൽ, ഇന്നലെ വരെ പിശാചിന്റെ നിരൂപണം നിന്റെ വാഗ്ദത്തത്തിൽ ചലിച്ചെങ്കിൽ, ഇന്ന് നീ നിരൂപിക്കുന്നത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എനിക്കറിയാം ചിലരുടെ നിരൂപണങ്ങൾ ഇന്ന് കർത്താവ് നടത്തി തരികയാ. യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ മേൽ നീ നിരൂപിക്കും, അത് സാധിക്കും. നീ നിരൂപിക്കും, അത് സാധിക്കും. നിന്റെ കൂടാരത്തിനകത്ത് നീ നിരൂപിക്കും, യേശുവിന്റെ നാമത്തിൽ അത് സാധിക്കും. നീ എന്താണോ നിരൂപിക്കുന്നത് അത് നിന്റെ വീടിനകത്ത് നടക്കാൻ തുടങ്ങുകയാ. നിന്റെ വീടിനകത്ത് നടക്കാൻ തുടങ്ങുകയാ. നിന്റെ വാഗ്ദത്തങ്ങൾക്ക് മുകളിൽ പിശാചിന്റെ നിരൂപണങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ പൊളിയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു അസാധാരണ സാന്നിധ്യം ചലിക്കട്ടെ. ഒരു അസാധാരണ സാന്നിധ്യം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അച്ഛാ, പരിശുദ്ധാത്മാവനോട് പറയുന്നു, അച്ഛൻ എന്താണോ നിരൂപിക്കുന്നത് അതിപ്പോ നടക്കാൻ തുടങ്ങുകയാ. ശരീരത്തിനൊരു വിടുതൽ ആവശ്യം. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? ഞാൻ നിരൂപിക്കുന്നത് നടക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ പോലെ ഈ അച്ഛൻ ഇപ്പൊ കർത്താവ് സൗഖ്യമാകുകയാ. യേശുവിന്റെ നാമത്തിൽ നിരൂപിക്കുന്നത് വിശ്വാസമുണ്ടോ? കർത്താവ് ഇപ്പൊ സൗഖ്യമാക്കും. യേശുവിന്റെ നാമത്തിൽ നടന്നും തുള്ളിയും കർത്താവിനെ സ്തുതിക്കുന്ന നിലയിൽ ശരീരത്തിനകത്ത് ഇപ്പോൾ ഒരു സൗഖ്യം. പിശാച് നിന്റെ ആയുസ്സിന് നേരെ ഇട്ട നിരൂപണങ്ങൾ സ്വർഗത്തിലെ ദൈവം ഇപ്പൊ പൊളിച്ചടുക്കി. ഇന്ന് പകലൊരാരോഗ്യം തൊടുന്നു.
യെസ്, യേശുവിന്റെ നാമത്തിൽ അസാധാരണ സാന്നിധ്യം തൊടുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് എനിക്ക് സൗഖ്യം തരുമെന്നുള്ള ഉറപ്പുണ്ടോ? ധൈര്യമുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് ഇപ്പൊ സൗഖ്യം തരാൻ തുടങ്ങുക. കർത്താവ് സൗഖ്യം തരാൻ തുടങ്ങുക. അച്ഛന്റെ നിരൂപണം ഇപ്പൊ നടക്കാൻ തുടങ്ങുക. യെസ്, ശകരബല. എഴുന്നേറ്റോ, ധൈര്യമായിട്ട് എഴുന്നേറ്റോ. ശകരബറ ഹസ്തരാധര. യെസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സഭ പ്രാർത്ഥിച്ചാട്ടെ, സഭ പ്രാർത്ഥിച്ചാട്ടെ. ഈ പിതാവ് യേശുവിന്റെ നാമത്തിൽ യെസ് യെസ് സൗഖ്യമാകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പിതാവ് സൗഖ്യമാകുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പിതാവിന്റെ ശരീരത്തിനകത്ത് അസാധാരണ രോഗസൗഖ്യം. എനിക്കറിയാം ഈ പിതാവ് ധൈര്യമായി നടന്നോ. ശകരമന നിരൂപണങ്ങളെ പൊളിച്ച് പിശാചിന്റെ നിരൂപണങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ നിരൂപണങ്ങൾ ഇന്ന് സ്വർഗത്തിലെ ദൈവം പൊളിക്കുകയാ. എനിക്കറിയാം ഈ ആഴ്ച നടക്കുന്നു. കാലിനകത്ത് ശരീരത്തിനകത്ത് എന്തോ ഭയങ്കരമായത് നടന്നു നോക്കിയേ. തൊടുന്നു തൊടുന്നു ശരീരത്തിന് ഒരു അസാധാരണ ബലം, ഒരു അസാധാരണ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അസാധാരണ സാന്നിധ്യം ഇപ്പൊ സംഭവിക്കുകയാ. കാലുകളിൽ ഒരു ബലം. ഹല്ലേലൂയ. പിശാചിന്റെ നിരൂപണങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇപ്പോൾ കർത്താവ് സൗഖ്യമാകുന്നു. കൈകളിൽ ഒരു ചലനം സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. യെസ്, കൈ അടിച്ചോ, കരമടിച്ചോ, കരമടിച്ചോ. ഇപ്പോൾ ഇത് സംഭവിക്കില്ല യേശുവിന്റെ നാമത്തിൽ. കരമടിച്ചോ, കരമടിച്ചോ. കർത്താവ് സൗഖ്യമാകുന്നു, കർത്താവ് സൗഖ്യമാകുന്നു, കർത്താവ് വിടുവിക്കുന്നു. കൈയൊന്ന് ഉയർത്തിയാട്ടെ, കരമൊന്ന് ഉയർത്തിയാട്ടെ, കരമടിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അച്ഛനെ സൗഖ്യമാക്കുകയാ. യെസ്, കർത്താവ് സൗഖ്യമാകുന്നു. വേദനകൾ അഴിയുന്നു. രോഗസൗഖ്യം ഇപ്പോൾ. യെസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് കഴിയുമ്പോ അച്ഛൻ നടക്കും. ആമേൻ. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് കഴിയുമ്പോ ഈ അച്ഛൻ നടക്കും. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് കഴിയുമ്പോ ഈ അച്ഛനെ ദൈവം സൗഖ്യമാക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല. കൈ അടിച്ചോ, കരമടിച്ചോ. വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല. യേശുവിന്റെ നാമത്തിൽ നടക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. എന്താ തോന്നുന്നേ? ഒരു ബലം തോന്നുന്നുണ്ടോ ശരീരത്തിൽ? കർത്താവ് അച്ഛനെ സൗഖ്യമാക്കും. നടക്കും, അച്ഛൻ നടക്കും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു തനിയെ ഈ മീറ്റിങ്ങിനകത്ത് നടന്നു വരും. ഹല്ലേലൂയ. തനിയെ ഈ മീറ്റിങ്ങിനകത്ത് നടന്നു വരും. ഹല്ലേലൂയ. തനിയെ ഈ മീറ്റിങ്ങിനകത്ത് നടന്നു വരും. ഇത്രയും സമയം ഈ അച്ഛൻ ഇങ്ങനെ നിന്നിട്ടുണ്ടോ ആന്റി? ഇത്രയും സമയം ഈ അച്ഛൻ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. നിന്നിട്ടില്ല, നിന്നിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ഒരാളുടെ സഹായം കൂടെ വേണം. ഈ അച്ഛൻ ഇത്രയും സമയം കർത്താവ് നിർത്തി. എത്ര നാളുകൾക്ക് ശേഷമായി ഇത്രയും ബലത്തോടെ നിൽക്കുന്നേ? നിൽക്കത്തില്ലായിരുന്നു. ഒരു മാസമായി. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് അച്ഛൻ അത്രയും സമയം ആരുടെ സഹായമില്ലാതെ നിന്നെ, ആരുടെ സഹായമില്ലാതെ നിന്നെ. ഹല്ലേലൂയ.
ഞാൻ വിശ്വസിക്കുകയാ, ഈ അച്ഛൻ ആരുടെ സഹായമില്ലാതെ ഇവിടെ നടന്നു വരും. ആരുടെ സഹായമില്ലാതെ നടന്നു വരും. ഹല്ലേലൂയ. ഈ അച്ഛൻ കൈ അടിക്കാൻ ശ്രമിച്ചു. കൈ അടിക്കുമായിരുന്നോ? ഇല്ല. ഇന്ന് അച്ഛൻ കൈ അടിച്ചു. നിങ്ങൾ കണ്ടതാ, ഈ അച്ഛൻ കൈ അടിച്ചു. ആ അച്ഛൻ കൈ ഉയർത്തി. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറയാ, വെള്ളിയും പൊന്നും എനിക്കില്ല. യേശുവിന്റെ നാമത്തിൽ ഈ അച്ഛന്റെ മേൽ സഭ പ്രാർത്ഥിച്ചാട്ടെ, സഭ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് അച്ഛൻ നടക്കും. കർത്താവേ, ഈ അച്ഛനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിടുതൽ സംഭവിച്ചത് കൊണ്ട് സ്തോത്രം. ഇന്നു മുതൽ കരമടിച്ച് പ്രാർത്ഥനയിൽ ഇവർ പ്രാർത്ഥിക്കട്ടെ. ഈ രാത്രി മുതൽ അത് ചെയ്യും. പാട്ട് പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വൈകിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ, കരമടിച്ച് പാടണം. കരമുയർത്തി ഹല്ലേലൂയ പറയണം. കരമുയർത്തിയാട്ടെ, അവർ കരമുയർത്തിയാട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ജീസസ് കർത്താവ് സൗഖ്യമാക്കും. ഹല്ലേലൂയ, ആമേൻ. ജീസസ്. ആമേൻ. ജീസസ്. ഹല്ലേലൂയ. നീ ഒരു കാര്യം നിരൂപിക്കും. ആമേൻ. അച്ഛൻ ഇങ്ങോട്ട് വന്നതിൽ സ്പീഡിൽ അങ്ങോട്ട് നടക്കുന്നേ. ഹല്ലേലൂയ. അച്ഛൻ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ പിടിച്ചോട്ടാ വന്നേ. ഹല്ലേലൂയ. ഇപ്പൊ അച്ഛൻ നടന്നാ പോകുന്നേ. ആമേൻ. ജീസസ്. ആമേൻ. ജീസസ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ നിരൂപിക്കുന്നത് വേണം നമ്മുടെ വീടിനകത്ത് നടക്കാൻ. നമ്മൾ നിരൂപിക്കുന്നത് വേണം നമ്മുടെ തലമുറയുടെ ജീവിതത്തിൽ നടക്കാൻ. ആമേൻ. പിശാച് അവന്റെ വിദ്യാഭ്യാസത്തെ കെട്ടുമ്പോൾ, ഹല്ലേലൂയ, പിശാച് അവന്റെ ഭാവിയെ കെട്ടുമ്പോൾ, പ്രാർത്ഥിക്കുന്ന മാതാവേ നീ നിരൂപിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന പിതാവേ നീ നിരൂപിക്കുന്നത്, ഹല്ലേലൂയ, അത് നിന്റെ കൂടാരത്തിനകത്തു നടക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് മാർച്ച് മാസം 1-ാം തീയതി ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ നിരൂപിക്കുന്നത്, നിങ്ങൾ നിരൂപിക്കുന്നത്, നിങ്ങൾ നിരൂപിക്കുന്നത് നിങ്ങളുടെ വീടിനകത്തു നടക്കും. നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ വീടിനകത്ത് നടക്കും. എത്ര കൊടികുത്തിയ മന്ത്രവാദി ഇരുന്ന് നിനക്കെതിരെ കൊടികുത്തിയ മന്ത്രം ചെയ്താലോ, ഏത് വലിയ ആഭിചാരത്തിന്റെ ശക്തി നിനക്കെതിരെ ചരട് വലിച്ചാലും, പ്രാർത്ഥിക്കുന്ന നീ നിരൂപിക്കൂ. ഓ ശബരബലലസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നീ നിരൂപിക്കും. അത് നിന്റെ ലൈഫിൽ നടക്കൂ. ആന്റി വിശ്വസിച്ചോ? പ്രാർത്ഥിക്കുന്ന നിങ്ങൾ നിരൂപിക്കൂ, അത് നടക്കൂ. എവിടെ നിന്നാ വന്നെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ആത്മാവനോട് പറയുന്നു, പൊട്ടി തകർന്നൊരു ജീവിതമാ നിന്റേത്, പൊട്ടി തകർന്ന ലൈഫാ നിന്റേത്. പക്ഷെ ഈ മാർച്ച് മാസം 1-ാം തീയതി നീ നിരൂപിക്കും, അത് നടക്കും. എനിക്കറിയാം നിങ്ങൾ നിരൂപിക്കുന്നത്. ഒത്തിരി ദൂരത്തു നിന്നല്ലേ വന്നത്. ഞാൻ പറയാം, നിരൂപിക്കുന്നത് നടക്കൂ, നിരൂപിക്കുന്നത് നടക്കൂ, പ്രാർത്ഥിക്കുന്നത് നടക്കൂ. ഹല്ലേലൂയ. വിശ്വസിച്ചോ? പ്രാർത്ഥിക്കുന്നത് നടക്കൂ. നിന്റെ തലമുറയുടെ നേരെ പിശാചും ആഭിചാരനും ഒരുപോലെ ഒരുമിച്ചിരുന്ന് അവന്റെ ലൈഫിനെ തകർക്കാൻ നോക്കിയാലോ, നീ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി ഇരുന്നിട്ട് ഹല്ലേലൂയ നീ എന്താണോ പറയുന്നത് അത് നിന്റെ തലമുറയുടെ ലൈഫിനകത്ത് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ ചില ചരട് വലികൾ തലമുറയുടെ മേൽ ഇപ്പോൾ അഴിയുന്നു. യെസ് 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 യെസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിശാച് ഇട്ട ഹല്ലേലൂയ ചില ചരട് വലികൾ തലമുറയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു.
ആയുസ്സിന് നേരെ, ആരോഗ്യത്തിന് നേരെ പിശാചിട്ട ചരട് വലികളെ മൊത്തമായി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം അഴിച്ചു കളയുകയാ. നിന്റെ വീടിനകത്ത് ഇനി നീ നിരൂപിക്കും. നിന്റെ വീടിനകത്ത് ഇനി നീ പറയും, അത് നടക്കും. നിന്റെ ലൈഫിനകത്ത് നീ നിരൂപിക്കുന്നത്, നീ ചിന്തിക്കുന്നത്, നീ പ്രാർത്ഥിക്കുന്നത്, നീ പ്രവചിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആഭിചാരത്തിന്റെ ദോഷങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. നാല് സൈഡും നിന്റെ വഴികളെ അടച്ച് പിശാച് നിനക്കെതിരെ നിരൂപണം ഒരുക്കി. മൊർദെഖായിക്കെതിരെ ഹാമാൻ കഴുകുമരം ഒരുക്കി. നാല് സൈഡുകളും അടച്ചു പൂട്ടി. ഹല്ലേലൂയ. നാളെ കഴുകുമരത്തിൽ കേറ്റാമെന്ന് ചിന്തിച്ച ഹാമാനെ, അതല്ല നടക്കുന്നത്. ഹാമാനെ, അത് നടക്കത്തില്ല. ഹാമാനെ, അത് നടക്കത്തില്ല. അവനൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഹല്ലേലൂയ. അവനൊരു പ്രാർത്ഥനയുള്ള മനുഷ്യനാ. അവൻ ആരാധിക്കുന്ന മനുഷ്യനാ. അവൻ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യനാ. അതുകൊണ്ട് അവൻ കഴുകുമരത്തിൽ തൂങ്ങത്തില്ല. ഓ ജീസസ്, ഹല്ലേലൂയ. ഹാമാൻ ചിന്തിച്ചെന്നറിയാമോ? നാളെ പട്ടണത്തിനകത്ത് ഇവനെ അപമാനിക്കാം, ഇവനെ കഴുകുമരത്തിൽ തൂക്കാം. ഇതാ ഹാമാന്റെ നിരൂപണം. പക്ഷെ ഞാൻ പറയാം ഒരു പ്രൊഫറ്റിക്കൽ വേർഡ്. ഹാമാന്റെ നിരൂപണങ്ങളുടെ മുകളിലുള്ള റേഞ്ചിൽ തമ്പുരാൻ ചിന്തിച്ചു ആര് കഴുകുമരത്തിൽ കയറണമെന്ന്. പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു, ഒരു ഹാമാന്റെ ചിന്തകളും വീടിനകത്ത് നടക്കത്തില്ല. ഒരു ഹാമാന്റെ ചിന്തകളും ലൈഫിൽ നടക്കത്തില്ല. ഹാമാൻ പദ്ധതി ഒരുക്കും, നിന്നെ കഴുകുമരത്തിൽ തൂക്കണം. പക്ഷെ ആര് തൂങ്ങണമെന്ന് ഉയരത്തിലെ തമ്പുരാൻ തീരുമാനിക്കൂ. ആരതിനകത്ത് വീഴണമെന്ന് ഉയരത്തിലെ തമ്പുരാൻ തീരുമാനിക്കൂ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. പിശാചിട്ട ചില കഴുകുമരങ്ങൾ യേശുവിന്റെ നാമത്തിൽ വീടിനകത്ത് നിന്ന് ഇന്ന് പകൽ സ്വർഗം അഴിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചോ. പിശാചിന്റെ നിരൂപണങ്ങൾക്ക് മുകളിൽ നിന്റെ നിരൂപണം. പിശാചിന്റെ ചിന്തകൾക്ക് മുകളിൽ നിന്റെ ചിന്തകൾ. ഹല്ലേലൂയ. ഏലിയാവ് ഇസബേലിന്റെ വാക്ക് കേട്ട്, ഇസബേലിന്റെ നിരൂപണം എന്താണെന്നറിയാമോ? നാളെ ഈ നേരത്ത് അവരിലൊരുവനെ പോലെ ഞാൻ നിന്നെ ആക്കും. ആമേൻ. ഇത് ഇസബേലിന്റെ നിരൂപണം. ഏലിയാവിന്റെ നിരൂപണം എന്താണെന്നറിയാം? ഇത് കേട്ടപ്പോ പ്രവചിച്ച മനുഷ്യനാ, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാ, കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ ഈ ഒരു വാക്ക് കേട്ടപ്പോ ഏലിയാവും പിശാചിന്റെ ചിന്തയിൽ ചെറുതായിട്ടൊന്ന് ഭയന്നു. എന്നിട്ടിപ്പൊ പറയുന്നത് എന്നാ? മതി കർത്താവേ, എൻ്റെ ജീവനെ എടുക്കണം. ഞാൻ ചോദിക്കാം, ഏലിയാവേ, അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്ന് മരണം കൂടാതെ നീ എടുക്കപ്പെടാൻ ദൈവത്തിന്റെ പദ്ധതി എങ്കിൽ നീ പറയും മതിയെന്ന്. ഇസബേൽ പറയും കൊല്ലുമെന്ന്. പക്ഷെ ഉയരത്തിലെ തമ്പുരാൻ പറയൂ, അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി വന്ന് അവനെ ഞാൻ ചുഴലിക്കാറ്റിൽ എടുത്തുകൊണ്ടുപോകും. ഏതെങ്കിലും ചൂരച്ചെടിയുടെ തണലിൽ അനാഥ പ്രേതമായി കിടക്കുവാനല്ല നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാന്. ഏതെങ്കിലും ചൂരച്ചെടിയുടെ തണലിൽ നിന്റെ ഡെഡ് ബോഡി വന്ന് ഏതെങ്കിലും കഴുകൻ കൊത്തിപ്പറിക്കാനല്ല നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാന്. ഹല്ലേലൂയ. നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്നറിയാമോ?
അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി വന്ന് മരണം കാണാതെ നിന്നെ എടുക്കണമെന്ന്, മരണം കാണാതെ നിന്നെ എടുക്കണമെന്ന് ഈ പ്ലാൻ നിന്നെ പറ്റി തമ്പുരാൻ ഇട്ട് കഴിയുമ്പോൾ, ഈ പ്ലാൻ നിന്നെ പറ്റി മുന്നമേ രേഖ എഴുതി വെച്ചിരിക്കുമ്പോ പിന്നെ ഏത് ഇസബേല് പറയുന്നതാ നടക്കുന്നത്, ഏത് ഇസബേല് പറയുന്നതാ നടക്കുന്നത്. ഹല്ലേലൂയ. ചുമ്മാതെയാ, പിശാചേ വെറുതെയാ, നിനക്ക് പറയാനേ പറ്റത്തുള്ളൂ. മരണം കാണാതെ അവൻ എടുക്കപ്പെടും. ഹല്ലേലൂയ. ദൈവം നിരൂപിച്ചു വെച്ചിരിക്കുന്നത് അതാ, ദൈവം നിരൂപിച്ചു വെച്ചിരിക്കുന്നത് അതാ. ഇപ്പൊ ഇസബേല് പറയാ, ഞാൻ അവനെ കൊല്ലുമെന്ന്. തൊടാൻ പറ്റത്തില്ല, നിന്നെ തൊടാൻ പറ്റത്തില്ല, നിന്നെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നീ വേറെ റേഞ്ചാ. ഹല്ലേലൂയ. നിന്നെ തൊടാൻ പറ്റത്തില്ല കേട്ടോ, നീ വേറെ റേഞ്ചിലാ, നിന്റെ പ്രാർത്ഥന വേറെയാ. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാ, ഹല്ലേലൂയ. സംഖ്യാപുസ്തകത്തിനകത്തൊരു പദമുണ്ട്, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം അവനുണ്ട്. അവനെ തൊടാൻ പറ്റത്തില്ല, അവനെ തൊടാൻ. കരമടിച്ച് 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയ. കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ള നിന്നെ ശബ്ദം കേൾക്കുന്ന ഒരു കാതിരിക്കുണ്ട്, ഒരു നാളും മന്നമാകില്ല. ശബ്ദം കേൾക്കുന്ന ഒരു കാതിരിക്കുണ്ട്, ഒരു നാളും മന്നമാകില്ല. ശബ്ദം കേൾക്കുന്ന ഒരു കാതിരിക്കുണ്ട്, ഒരു നാളും മന്നമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിടും അഭുജബലതാ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിടും പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ള നിന്റെ നിരൂപണത്തിന് മുകളിൽ ഒരു പിശാചിനും കേറാൻ പറ്റത്തില്ല, ഒരു പിശാചിനും കേറാൻ പറ്റത്തില്ല. കാരണം നിന്നെ ഒരു മെതിവണ്ടി പോലെ, നിന്നെ ഒരു മെതിവണ്ടി പോലെ. എനിക്കറിയാം കുഞ്ഞെ, ഭയങ്കരമായ ഒരു വേദനയ്ക്കകത്തൂടെ കടന്നു പോവുകയാണ്. നിന്റെ ഹൃദയത്തിൽ സഹിക്കാൻ കഴിയാത്തൊരു സങ്കടവുമായി നീ ഇന്നിവിടെ വന്നേ. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനകത്ത് വഹിക്കാൻ കഴിയാത്തൊരു സങ്കടം ആത്മാവിനോട് പറയുന്നു. ചിലതിനകത്തു നിന്ന് ദൈവം നിന്നെ സ്വതന്ത്രമാക്കി പുറത്തു കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ചിലത് പോയത് നല്ലതിനാന്ന് പറ. മോളാണോ ആൻറ്റി? എന്ത് ചെയ്യുന്നു? +1 പഠിക്കുന്നു. എന്നെ വിളിച്ചായിരുന്നല്ലേ? സഭ പ്രാർത്ഥിക്കണം. നല്ല മാർക്ക് മേടിച്ചൊരു കുഞ്ഞായുള്ളത് 10th. പക്ഷെ +1 ഇവൾക്ക് പോകാൻ കഴിയുന്നില്ല. ഇവിടെ ശരീരത്തിന് മനസ്സിന് ഭയങ്കര ഭയം. ആത്മാവിനോട് പറയുന്നു, ഇന്ന് നീ അതിനെ പൊട്ടിച്ച് പുറത്തു വരും, പൊട്ടിച്ച് പുറത്തു വരും. ഓ നീ സ്കൂളിൽ പോകും. അമ്മേ,
നീ സ്കൂളിൽ പോകും കുഞ്ഞെ, നീ കോളേജിൽ പോവും. വിശ്വസിക്കാൻ പറ്റുമോ അത്? നീ സ്കൂളിൽ പോവും. പിശാചിന്റെ നിരൂപണം നിന്റെ ലൈഫിൽ നടക്കത്തില്ല. പിശാചിന്റെ നിരൂപണം നിന്റെ ലൈഫിൽ നടക്കത്തില്ല. പിശാചിന്റെ നിരൂപണം നിന്റെ ലൈഫിൽ നടക്കത്തില്ല. പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു, ആന്റി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 5 ഇയേഴ്സ് കഴിയുമ്പോൾ ഇവൾ യൂറോപ്പിന്റെ മണ്ണിൽ കാലുകുത്തും. യൂറോപ്പിന്റെ മണ്ണിൽ കാലുകുത്തും. ആത്മാവനോട് പ്രവചിക്കുന്നു, നിനക്ക് കോളേജിൽ പോകാൻ കഴിയാതെ, പഠിക്കുവാൻ കഴിയാതെ, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഭീതി, ഭയത്തിന്റെ സ്പിരിറ്റിനെ ഈ പകൽ ഞാൻ വേരോടെ പിഴുതെറിയുകയാ. ഇപ്പോൾ ഇവിടെ ശരീരത്തിനകത്ത് നിന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ മണ്ഡലം, ആ ഇരുളിന്റെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ആന്റി വിശ്വസിച്ചോ? വരുന്ന ദിവസങ്ങളിൽ സ്കൂളിൽ പോകും. വരുന്ന ദിവസങ്ങളിൽ സ്കൂളിൽ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുന്ന ദിവസങ്ങളിൽ സ്കൂളിൽ പോകും. പിശാചികളുടെ നേരെയിട്ട നിരൂപണങ്ങൾ ഇന്ന് സ്വർഗത്തിലെ ദൈവം പൊളിക്കുകയാ. പിശാചിട്ട നിരൂപണം സ്വർഗത്തിലെ ദൈവം പൊളിക്കുകയാ. എനിക്കറിയാം കുഞ്ഞെ, നിനക്കൊന്ന് വാവിട്ട് കരയണമെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. ഒന്ന് നിലവിളിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ നിന്റെ അകത്തുകൂടെ മിന്നി മായുന്നത് പോലെ നിന്നെ ഭയപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ സ്വർഗത്തിലെ ദൈവം പൊളിക്കുന്നു. ഓ ശബറബല ഹസ്തരാധര. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി പരിശുദ്ധാത്മാവൻ്റെ അകത്ത് പറഞ്ഞു, ഇന്നിതിനകത്ത് കർത്താവ് എന്തൊക്കെയോ ചെയ്യും. ഹല്ലേലൂയ, ഇന്നിതിനകത്ത് എന്തോ ചെയ്യും. എന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പദം പറഞ്ഞ്, നീ ഒരു കാര്യം നിരൂപിക്കും. ആമേൻ, അത് നിനക്ക് സാധിക്കും. ഹല്ലേലൂയ. പിശാച് പറയുന്നത് നിന്റെ വീടിനകത്ത് നടക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് പറയുന്നത് നിന്റെ ലൈഫിനകത്ത് നടക്കത്തില്ല. ആമേൻ. സംഖ്യാപുസ്തകത്തിനകത്ത് പറയുന്ന ഒരു പദമാണ്, ദൈവം മിസ്രയീമിൽ നിന്ന് അവരെ കൊണ്ടുവന്നു, കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം അവനുണ്ട്. എവിടാന്നറിയാമോ? ശപിക്കാൻ വേണ്ടി പ്രവാചകനെ കൂലിക്ക് കൊടുത്ത് കൊണ്ടുവച്ചിരിക്കുക. ശപിക്കാനും പ്രാകാനും. ഈ പ്രവാചകൻ പറയുകയാണ്, ദൈവം പറഞ്ഞട്ടെ, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? കാരണം കാട്ടുപോത്തിന് തുല്യമായൊരു ബലം, കാട്ടുപോത്തിന് തുല്യമായൊരു ബലം അവന് ഉണ്ടെന്ന്. ഹല്ലേലൂയ. നിന്നെ ശപിക്കാമെന്ന് പറഞ്ഞു വരുന്നവന്റെ നിരൂപണത്തെ തിരിക്കാൻ, നിന്നെ ശപിക്കാമെന്ന് പറഞ്ഞു വരുന്നവന്റെ നിരൂപണത്തെ പോലും തമ്പുരാൻ തിരിക്കുകയാ. തമ്പുരാൻ തകിടം മറിക്കുമെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന പറ. കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം, കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം എനിക്കുണ്ട്. കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം എനിക്കുണ്ട്. അതുകൊണ്ട് അവനെ എനിക്ക് ശപിക്കാൻ പറ്റുന്നില്ല, അവനെ എനിക്ക് പ്രാകാൻ പറ്റുന്നില്ല. അയ്യോ, ഞാൻ നിരൂപിച്ചത് വെറുതെയായി. അയ്യോ, ഞാൻ ചിന്തിച്ചത് വെറുതെയായി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ചുമ്മായുള്ള ബലമല്ല, കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലത്തോടെയാ ഞാൻ അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത്. ഒരു പക്ഷെ അവിടെ കിടന്ന് ജോലിയൊക്കെ ചെയ്ത് കുറച്ച് ശരീരം ക്ഷീണിച്ചെന്ന് പിശാചേ നിനക്ക് തോന്നും. പക്ഷെ അവരുടെ അകത്ത് എന്തോ ഒരു ഭയങ്കര ബലമുണ്ട്. എന്താണെന്നറിയാമോ? എന്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷീണിച്ചാലോ അകമേയുള്ളവൻ കാട്ടുപോത്തിന് തുല്യമായ ഒരു ബലം
ഹല്ലേലൂയ. പിശാചിന്റെ ചിന്തകൾക്ക് മുകളിൽ. ആമേൻ. ഹല്ലേലൂയ. ഒരു ഭാഗം കൂടെ പറയട്ടെ. ഹല്ലേലൂയ. പിശാച് നമുക്കെപ്പോഴും ചിന്തിക്കുന്നത് നിന്റെ വാഗ്ദത്തത്തെ എവിടെ ഒതുക്കാം, നിന്റെ നന്മയെ എവിടെ ഒതുക്കാം, നിന്റെ തലമുറയുടെ ഭാവിയെ എങ്ങനെ തകർത്ത് കളയാം. ഹല്ലേലൂയ. ഇതാ പിശാചിന്റെ നിരൂപണം. യോസഫ് ലാബാന്റെ വീട്ടിൽ ഓടിച്ചെന്നു. യോസഫിന്റെ മേൽ കിടക്കുന്ന അനുഗ്രഹം കൊണ്ട് ലാബാന്റെ വീട് അങ്ങ് അനുഗ്രഹിക്കപ്പെടുക. ലാബാന്റെ നന്മകളൊക്കെ അങ്ങ് അനുഗ്രഹിക്കപ്പെടുക. ആടുമാടുകൾ വർദ്ധിക്കുന്നു, നന്മകൾ പെരുകുന്നു, വീട് വിശാലമാകുന്നു, അഭിവൃദ്ധിപ്പെടുന്നു. ഇവന്റെ മേൽ കിടക്കുന്ന സകല അനുഗ്രഹവും, ആ യോസഫിന്റെ മേൽ കിടക്കുന്ന സകല ബ്ലെസ്സിങ്ങും ലാബാന്റെ മേൽ അങ്ങ് ഹല്ലേലൂയ വെളിപ്പെട്ട് വരികയാണ്. പക്ഷെ ഒറ്റ രാത്രി, ഒരു ദിവസം, ഇപ്പൊ നടക്കുന്നത് മുഴുവൻ ലാബാന്റെ ചിന്തയാ. യോസഫിന്റെ മേൽ നടക്കുന്നത് മുഴുവനും ലാബാന്റെ ചിന്തയാ. ഒരു പെൺകുട്ടിക്ക് വേണ്ടി 7, അടുത്തവൾക്ക് വേണ്ടി 7, പിന്നെ കുറച്ച് വർഷം, 10-20 വർഷം ഇപ്പം ആരുടെ ചിന്തയാണ് നടക്കുന്നത്? ലാബാന്റെ ചിന്ത. പക്ഷെ ഒരു ദിവസം തമ്പുരാൻ അതിനെ പൊളിച്ചടുക്കി. അമ്മേ, എന്നിട്ട് പറഞ്ഞ്, മോനെ, നീ കണ്ട വാഗ്ദത്തമില്ലേ, അതിനെ ഒതുക്കിയാണ് ഇത്രയും നാള് ലാബാൻ ചിന്തിച്ചേ. പക്ഷെ ഇനി അങ്ങോട്ട് നീ നിരൂപിക്കും. ഇനി അങ്ങോട്ട് നീ നിരൂപിക്കും. അത് നടക്കും. ആമേൻ. അത് നടക്കും. ചരിത്രം ഇതുവരെ വിപരീതമായതാ ആട് പ്രസവിച്ചത്. ഇതുവരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പക്ഷെ തമ്പുരാന്റെ ഈ വാക്ക് കേട്ടപ്പോ മുതൽ യാക്കോബ് നിരൂപിച്ചത്, യോസഫ് നിരൂപിച്ചത് തൊഴുത്തിനകത്ത് നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. യോസഫ് ചിന്തിച്ചത് ആടുകൾക്കിടയിൽ നടക്കാൻ തുടങ്ങി. നാളിതുവരെ വിപരീതമായതാ നടന്നത്. നാളിതുവരെ ലാബാൻ ചിന്തിച്ചതാ നടന്നത്. പക്ഷെ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, അതിനെ തിരിക്കുന്ന രീതിയിൽ നിന്റെ നിരൂപണം അതിനകത്ത്. പിന്നെ അങ്ങോട്ട് ഹല്ലേലൂയ, അവന്റെ സീസണെ തമ്പുരാൻ അങ്ങ് തുറന്നു. അവൻ സീസണെ തമ്പുരാൻ അങ്ങ് തുറന്നു. പിന്നെ അവൻ ചിന്തിക്കുന്നത് അങ്ങ് പ്രസവിക്കുകയാ. പിന്നെ എല്ലാ മേഖലയിലും അവൻ തൊടുന്നത് അങ്ങ് അനുഗ്രഹിക്കപ്പെടുകയാ. ഇന്ന് ഞാൻ പറയാ, പിശാച് ചിന്തിച്ച് ചിന്തകൾക്ക് മുകളിൽ നീ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഈ മാർച്ച് മാസം നീ പറയുന്നത് നടക്കും. കടമാണോ മാറേണ്ടത്? സാമ്പത്തിക ബുദ്ധിമുട്ടാണോ മാറേണ്ടത്? എന്തോ പരിശുദ്ധാത്മാവ് ഇവിടെ നിൽക്കുമ്പോൾ എന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഒത്തിരി നന്മകൾ വരുന്നുണ്ട്. 4 സൈഡിൽ നന്മകൾ ആവശ്യത്തിനും അധികം വരുന്നുണ്ട്. പക്ഷെ കട ഒഴിഞ്ഞിട്ട് സമയമില്ല. അങ്ങനെയുള്ള ആരോ ഇതിനകത്ത് കടന്നു വന്നിരിപ്പുണ്ട്. കടമൊഴിഞ്ഞിട്ട് ടൈമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒഴിഞ്ഞിട്ട് സമയമില്ല. ഒന്ന് മാറി. ഇന്ന് ഞാൻ പറയാം, മാർച്ച് മാസം 1-ാം തീയതി നീ നിരൂപിക്കാൻ തുടങ്ങ. ഒരു പിടി മാവിനകത്ത് കൈയിട്ടപ്പോ എന്തായിരിക്കും ആ സഹോദരിയുടെ ചിന്ത? എന്തായിരിക്കും ആ സഹോദരിയുടെ ചിന്ത? പക്ഷേ അവൾ ചിന്തിച്ചോട്ട് കരമങ്ങോട്ട് ഇട്ടപ്പോ, ഓ, ആ ഒരു സീസണെ മുഴുവൻ തിരിക്കാനുള്ളത് ആ ഒരു പിടി മാവിനകത്തു നിന്ന്, ആ ഒരു പിടി മാവിനകത്തു നിന്ന് ഇന്ന് പകൽ ഞാൻ പറയാ, നിന്റെ തലമുറയെ പറ്റി ഇവിടെ ഇരിക്കുന്ന മണിക്കൂറുകളിൽ നീ ചിന്തിക്ക. നിന്റെ തലമുറയെ പറ്റി നീ ചിന്തിക്ക. അത് തമ്പുരാൻ നടത്തി തരും. നിന്റെ തലമുറയെ പറ്റി നീ ചിന്തിക്ക. അത് ദൈവം നിനക്ക് നടത്തും. നിന്റെ തലമുറയുടെ ഭാവിയെ പറ്റി നീ ചിന്തിക്ക. തകർച്ചക്കകത്തിരിക്കുകയാണോ?
നീ വിശ്വാസത്തോടെ ചിന്തിക്കുക, അത് തമ്പുരാൻ നടത്തി തരൂ. നിന്റെ ജീവിതത്തിന്റെ മേഖലകളെ പറ്റി നീ ചിന്തിക്കുക. ഹല്ലേലൂയ. ലാബാന്റെ ചിന്തകളല്ല നടക്കുന്നത് നിന്റെ വീടിനകത്ത്. ലാബാന്റെ ചിന്തകളല്ല നിന്റെ വരുമാന മേഖലകളിൽ നടക്കുന്നത്. ലാബാനിട്ട കുരുക്കുകളും പദ്ധതികളും അല്ല. 10-20 വർഷമായിട്ട് ഹല്ലേലൂയ നിന്നെ ഒതുക്കി വെച്ചു, നിന്റെ നന്മകളെ തടഞ്ഞു വെച്ചു. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, അതിനെ പൊട്ടിച്ച് നീ നിരൂപിക്കുക. യോബിനോട് പറയുന്നത് സഹോദരന്മാര് തന്റെ സ്നേഹിതര് പറയുന്ന ഭാഗമായി, നീ നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. സാധിച്ചോ? യോബിന്റെ ലൈഫിൽ നടന്നോ? ആമേൻ. വട്ടപൂജ്യമായി പോയതാ, ഒരു ഭയങ്കര സീറോയിന്ന താൻ എഴുന്നേറ്റ് വന്നത്. ആമേൻ. ഹല്ലേലൂയ. നല്ല ശരീരം, ഇരട്ടി സമ്പത്ത്, തൻ്റെ കുടുംബം, നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നഷ്ടങ്ങളുടെ പട്ടികയാണോ നിന്റെ ലൈഫിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നത്? നഷ്ടങ്ങളുടെ പട്ടികയാണോ? എന്തോ ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോ പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു, നഷ്ടങ്ങളുടെ പട്ടികയുമായി നീ ഇതുവരെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നഷ്ടങ്ങളുടെ പട്ടികയ്ക്ക് സ്വർഗത്തിലെ ദൈവം ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. പ്രാർത്ഥിച്ചോ. നിന്റെ നഷ്ടങ്ങൾക്ക് മുകളിൽ നീ ചിന്തിക്കുക. നഷ്ടങ്ങൾക്ക് മുകളില്, നിന്റെ നഷ്ടങ്ങൾക്ക് മുകളില്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നഷ്ടങ്ങളുടെ മുകളിൽ ഹല്ലേലൂയ നീ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു മഹത്വം ഇറങ്ങുന്നത്, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു നീതി വെളിപ്പെടുന്നു. 10-20 വർഷം ആ ലാബാന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയതിനെ അടക്കാം. ഹല്ലേലൂയ. അതിനെ മുറുകൻ തിരികെ പിടിച്ച് യാബോക്കിന്റെ കടവിൽ കയറി ഇരുന്നിട്ട് ഹല്ലേലൂയ ഒരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പറയുന്നൊരു പദമുണ്ട്, ഒരു വടിയായിട്ടാ ഞാൻ പോയത്, പക്ഷെ ഇപ്പതേ കൂട്ടം എനിക്ക് രണ്ടായി. അച്ഛാ വിശ്വസിച്ചോ? ഒരു വടിയായിട്ടാ ഞാൻ ഇന്ന് ഇവിടെ വന്നിരുന്നത്, ഒരു ശൂന്യതയുമായിട്ടാ ഞാൻ ഇന്ന് ഇവിടെ വന്നിരുന്നത്. സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു ഒരു കൂട്ടമായി. ഒരു മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ഒരു മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങൾ പോയപ്പോ ഹല്ലേലൂയ നീണ്ട ഒരു പട്ടികയാ. ആഗ്രഹിച്ച പെൺകുട്ടിയെ കിട്ടിയില്ല. ഹല്ലേലൂയ. ജ്യേഷ്ഠാവകാശം കൊണ്ട് ഓടിപ്പോയതാ. വാഗ്ദത്തം എന്തുവാ? മൂത്തവൻ ഇളയവനെ സേവിക്കും. വാഗ്ദത്തം ഏതാ? പക്ഷെ വർഷങ്ങളിപ്പോ ലാബാൻ നിരൂപിച്ച്, ലാബാന്റെ നിരൂപണത്തിനനുസരിച്ച് കിടന്ന് വട്ടം കറങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം എന്തുവാ? നോർത്തേ, മറന്നുപോയ വാഗ്ദത്തം എല്ലാം ഒന്ന് ചിന്തിച്ചെടുത്തേ, എന്നിട്ട് ഇന്ന് നിരൂപിക്ക, അത് നിനക്ക് സാധിക്കുമെന്ന്. വാഗ്ദത്തം മൂത്തവൻ ഇളയവനെ സേവിക്കും. ഇപ്പൊ എവിടാ? ലാബാന്റെ വീടിനകത്ത് അവന് വേണ്ടുന്ന സേവ ചെയ്ത് അവന്റെ ആടുകളെ വളർത്തി അവന് ആദായം ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, പിശാചിന്റെ നിരൂപണങ്ങളെ പൊട്ടിക്കുന്ന ഒരു ജനറേഷൻ. ചില തലമുറകളെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ, പിശാച് കൊണ്ടുവരുന്ന പദ്ധതിക്കകത്തു നിന്ന് നിന്റെ തലമുറയെ തമ്പുരാൻ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ.
പിശാചിന്റെ പ്ലാനിനകത്ത് നിന്ന് നിന്റെ തലമുറയെ തമ്പുരാൻ പുറത്തു കൊണ്ടുവരും. പിശാചിന്റെ നിരൂപണങ്ങൾക്കകത്ത് നിന്ന് ആ ദൈവം നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരും. നാളുകളായി നിന്റെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന, നാളുകളായി നിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന പിശാചിന്റെ നിരൂപണത്തിനു മുകളിലൂടെ ആമേൻ ഇന്ന് പകൽ നിന്റെ നിരൂപണങ്ങൾ ഹല്ലേലൂയ സകലവും തിരിച്ചു പിടിക്കാൻ. ആമേൻ. എന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? താനൊരു ബദാം വൃക്ഷത്തിൻ്റെയും പുന്നവൃക്ഷത്തിൻ്റെ ഒക്കെ ഒരു കമ്പ് ചെത്തിയെടുത്തു. അതിൻ്റെ വെള്ള കാണുന്നത് പോലെ എൻ്റെ തോലുരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ആടുകൾ വെള്ളം കുടിക്കാൻ വരുമ്പോൾ ഇതങ്ങോട്ട് വെച്ചു കൊടുത്തു. ഞാനങ്ങ് ചിന്തിക്കുകയാണ്, എനിക്ക് പ്രാർത്ഥന മുറിക്കകത്ത് മനസ്സിലായ ഒരു കാര്യം. ഹല്ലേലൂയ. എന്നിട്ട് താൻ നിരൂപിക്കാൻ തുടങ്ങി. എന്നിട്ട് താൻ വായി കൊണ്ട് പ്രവചിക്കാൻ തുടങ്ങി. ഇനി മുഴുവൻ ഉണ്ടാകുന്നത് വരയും കുറിയുമുള്ളത്. ഇനി മുഴുവൻ ഉണ്ടാകുന്നത് ഹല്ലേലൂയ എനിക്കുള്ളത്. ഹല്ലേലൂയ എനിക്കുള്ളത്. കാരണം ഹല്ലേലൂയ അബ്രഹാമിന്റെ ശൂന്യതയ്ക്കകത്ത് ദൈവം ഒരു ഉടമ്പടി ചെയ്യും. അപ്പൊ പറയുന്നൊരു പദമുണ്ട്, എന്റേതെല്ലാം നിന്റേത്, നിന്റേതെല്ലാം എന്റേത്. നിന്റെ നഷ്ടം എന്റെ നഷ്ടമാ, എന്റെ അനുഗ്രഹം നിന്റെ അനുഗ്രഹമാ. ആമേൻ. എനിക്കുള്ളതെല്ലാം നിനക്കാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, ദൈവത്തിന്റെ നിരൂപണങ്ങൾ മുഴുവനും നിന്റെ മേൽ ഇന്ന് പകൽ തുറക്കുന്നു. ഹല്ലേലൂയ. പിശാച് നിനക്കെതിരെ ഇട്ട നിരൂപണങ്ങളെ മുഴുവൻ ആമേൻ കാറ്റിൽ പറത്തിക്കൊണ്ട് മാർച്ച് മാസത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ നിരൂപണം നിന്റെ കൂടാരത്തിനകത്ത്. ദൈവത്തിന്റെ നിരൂപണങ്ങൾ, ദൈവത്തിന്റെ ചിന്തകൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ചിന്തകൾ നമ്മുടെ ലൈഫിനകത്ത് കർത്താവ് തുറക്കും. എത്ര പേരെന്ന് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. അല്പ മിനിറ്റുകൾ കൂടെ ഒരു വചനമൊക്കെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ തുടങ്ങുകയാണ്. ഇത് പറയുമ്പോൾ യോബ് ഭയങ്കര പ്രതികൂലത്തിലിരിക്കുക, ഭയങ്കര തകർന്ന അവസ്ഥയിലായിരിക്കുന്നത്. പക്ഷെ യോബിനോട് പറയാ, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. ഇതുവരെ നിന്റെ വഴിയിലപ്പോ എന്തുവാ? ഇരുള്. നിന്റെ വഴികളിൽ ഇരുളാ. ഇരുളായാൽ എന്താ? ഇരുള് വന്നു കഴിഞ്ഞാൽ മുന്നിലുള്ള വാഗ്ദത്തങ്ങളെ, മുന്നിലുള്ളതിനെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇത് പിശാചിന്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ്. നിന്റെ മുന്നിൽ ഇരുള് കൊണ്ടിടുക. ഈ ഇരുളത്ത് നീ മുന്നിലുള്ള വാഗ്ദത്തങ്ങളെ കാണരുത്. 2, ഇരുട്ടത്ത് പോയാ നീ എവിടെങ്കിലും തട്ടിത്തടഞ്ഞ് വീഴും. ആമേൻ. എവിടെങ്കിലും തട്ടിത്തടഞ്ഞ് താഴെ വീഴും. പക്ഷെ ഇന്ന് സ്വർഗത്തിലെ ദൈവം ഈ 2 മണ്ഡലങ്ങളെയും അഴിക്കുകയാ. ഈ 2 മേഖലകളെ തുറക്കാൻ തുടങ്ങുകയാ. ലൈഫിനകത്ത് ഇരുള് നിറഞ്ഞത്, ചില വീടിനകത്ത് വെളിപ്പെടേണ്ട നന്മകളെ, ചില വീടിനകത്ത് വെളിപ്പെടേണ്ട നന്മകളെ ഇരുട്ടത്താക്കിക്കളഞ്ഞ ചില മേഖലകളെ സ്വർഗത്തിലെ ദൈവം ഈ പകൽ ഒരു വെളിച്ചം കത്തിച്ചു വെച്ച്, ഒരു വെളിച്ചം കത്തിച്ചു വെച്ച്, ഒരു വെളിച്ചം കത്തിച്ചു വെച്ച്. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ചോ. Come on, get ready. Hallelujah. കരമടിച്ച്. Hallelujah. നിന്റെ മുന്നിൽ ഒരു വെളിച്ചം, നിന്റെ മുന്നിൽ ഒരു വെളിച്ചം, നിന്റെ മുന്നിൽ ഒരു വെളിച്ചം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു വെളിച്ചം. ഇരുളിലാക്കി കളഞ്ഞ്, ഇരുട്ടത്ത് കൊണ്ടിട്ട്, പത്രോസെ കുണ്ടറയ്ക്കകത്ത് കൊണ്ടിട്ട്, കാരാഗ്രഹത്തിൽ കൊണ്ടിട്ട്, കാരാഗ്രഹത്തിന്റെ ഇരുട്ടുമുറിക്കകത്ത് നിന്നെ ഒതുക്കാമെന്ന് ശ്രമിച്ചെങ്കിൽ പിശാചേ നിനക്ക് തെറ്റുപറ്റി. പിശാചേ നിനക്ക് തെറ്റുപറ്റി. കാരാഗ്രഹത്തിന്റെ
ഓ, അവൻ കാരാഗ്രഹത്തിന്റെ വാതിലുകളെ പൊട്ടിച്ച് അവൻ പുറത്തു വരൂ. കാരാഗ്രഹത്തിന്റെ വാതിലുകളെ പൊട്ടിച്ച് അവൻ പുറത്തു വരൂ. ഹല്ലേലൂയ. ഞാൻ പറയാം, കാരാഗ്രഹത്തിനകത്ത് കടന്നു, ഇരുട്ടുമുറിക്കകത്ത് കിടക്കുന്നു. പ്രാർത്ഥിക്കുന്നവൻ നിരൂപിക്കും അടുത്ത സഭ എവിടെ തുടങ്ങണമെന്ന്, അടുത്ത മിനിസ്ട്രി എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഹല്ലേലൂയ. ഓ, നിന്നെ കൊണ്ട് ഏതെങ്കിലും കൂരിരുട്ടിനകത്ത് ഹല്ലേലൂയ നിന്നെ ആക്കി ഇട്ടാലോ അതിനകത്ത് കിടന്ന് നീ പ്ലാൻ ചെയ്യണം. നിന്റെ വാഗ്ദത്തം പ്ലാൻ ചെയ്യാൻ പറ്റുമോ? ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിന്നെ കൊണ്ട് വലിയ കുഴിക്കകത്ത് കയറ്റി, ഹല്ലേലൂയ, കുഴിക്കകത്ത് നിന്റെ തലയിൽ എത്ര വലിയ മണ്ണിട്ടാലും നീ പ്ലാൻ ചെയ്യണം നിന്റെ വാഗ്ദത്തം എന്തായി തീരുമെന്ന്. നീ പ്ലാൻ ചെയ്യണം നിന്റെ നിരൂപണം എന്താണെന്ന്, നിന്നെ പറ്റിയുള്ള ദൈവിക പദ്ധതി എന്തായിരുന്നെന്ന്. ഏലിയാവ് പറഞ്ഞതുപോലെ പിശാചിന്റെ നിരൂപണങ്ങൾക്ക് വഴിവെച്ച് മതിയെന്ന് പറയുകയല്ല, പിശാചിന്റെ നിരൂപണത്തിന് ചിന്തിച്ച് മതിയെന്ന് പറയുകയല്ല, ക്ഷീണിച്ച് മതിയെന്ന് പറയുകയല്ല. ഹല്ലേലൂയ. നീ പ്ലാൻ ചെയ്യണം, നീ നിരൂപിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഒരു ശക്തിക്കും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നീ എന്താണോ നിരൂപിക്കുന്നത് അത് നിന്റെ വീടിനകത്ത് നടക്കൂ. നീ എന്താണോ പ്രവചിക്കുന്നത് അത് നിന്റെ വീടിനകത്ത് നടക്കൂ. അസ്ഥി കൂമ്പാരമാണെങ്കിലും ഞാൻ അതിനെ നോക്കി പ്രവചിക്കുകയാ, ഒരു സൈന്യം എഴുന്നേൽക്കും. അത് നിന്റെ ലൈഫിനകത്ത് നടക്കൂ, അത് നിന്റെ ലൈഫിനകത്ത് നടക്കൂ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് നടക്കുകയാണ്. പറഞ്ഞോ, പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഈ മിനിറ്റുകൾ നിങ്ങൾ എന്താണോ പറയുന്നത്, നിന്റെ വീടിനകത്ത് എന്താണോ നടക്കണമെന്ന് ആവശ്യം അത് പറഞ്ഞ് പ്രാർത്ഥിച്ചോ. അച്ഛാ പ്രാർത്ഥിച്ചോ. എന്താണോ നിരൂപിക്കുന്നത് അത് ഈ മിനിറ്റിൽ നടക്കുകയാ, അത് ഈ മിനിറ്റിൽ കർത്താവ് ചെയ്തു തരികയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു, നിരൂപിക്കുന്നതിനെ കർത്താവ് നടത്തി തരുന്നു. നിരൂപിക്കുന്നതിനെ ഈ മിനിറ്റുകളിൽ അച്ഛൻ എന്താണോ നിരൂപിക്കുന്നത് അത് കർത്താവ് സാധിപ്പിക്കുകയാ, അത് കർത്താവ് സാധിപ്പിച്ചു തരികയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ കൂടാരത്തിനകത്ത് നിന്ന് പിശാചിന്റെ നിരൂപണങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ സ്വർഗത്തിലെ ദൈവം അഴിക്കുന്നു. ആരാധിച്ചോ, ആരാധിച്ചോ. ചൂടാറാമല ഹദരഗടഗസിയ. നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരുന്ന് നിരൂപിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയുന്നത് യേശുവിന്റെ നാമത്തിൽ നടക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാ. പ്രാർത്ഥിച്ചോ ആന്റി. രാജ്യങ്ങൾക്കപ്പുറത്ത്, രാജ്യങ്ങൾക്കപ്പുറത്ത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനെ തമ്പുരാൻ നടത്തി തരികയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ഓ ശമലമര ഹദരഗടഗ അർദ്ധജഗാല വൈശാവന ധര ധല ധര. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നിരൂപിക്കും, അത് നിന്റെ തലമുറയിൽ സാധിക്കും. നീ നിരൂപിക്കും, അത് നിന്റെ തലമുറയിൽ സാധിക്കും. നീ പറയൂ, അത് നിനക്ക് നടക്കൂ. നീ പറയൂ, യേശുവിന്റെ നാമത്തിൽ അത് സാധിക്കും. Yes, 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 yes. ഒരു സാന്നിധ്യം തുറക്കുന്നു, ഒരു ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ, ഒരു അസാധാരണ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ തുറന്നു വരികയാ. ഒരു ശക്തി, ശക്തിയോടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉറബല ഹദരഗടഗസിയ. യേശുവിന്റെ നാമത്തിൽ ഒരു സാന്നിധ്യത്തിന്റെ. Yes, 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 yes. നീ നിരൂപിക്കുന്നത്, നീ നിരൂപിക്കുന്നത് അത് സാധിക്കാൻ തുടങ്ങുന്നു. യെസ്, അത് നിരൂപിക്കുന്നത് ഇപ്പോൾ ഈ മിനിറ്റുകളിൽ തുറക്കുന്നു, തുറക്കുന്നു, തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ തുറക്കുന്നു, ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ. പിശാചിന്റെ നിരൂപണത്തിന് മുകളിൽ, പിശാചിന്റെ നിരൂപണത്തിന്, പിശാചിന്റെ നിരൂപണത്തിന് മുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. നീ നിരൂപിക്കും, അതെനിക്ക് സാധിക്കും.
വായ തുറന്ന് പറഞ്ഞേ, ഞാൻ നിരൂപിക്കും. ഈ മാർച്ച് മാസം അത് സാധിക്കും. ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. സീനാന്റി ഉറപ്പുണ്ടോ? ആമേ. അത് സാധിക്കും. വീടിനകത്ത് അത് നടക്കും. ആമേ. നിരൂപിക്കും. ഇവിടെ ഇരുന്ന് നിരൂപിക്കും. അടുത്ത 30 ദിവസത്തിനകത്ത് അത് സാധിക്കും. അത് സാധിക്കും. യേശുവിന്റെ നാമത്തിൽ അത് സാധിക്കും. ഉറപ്പുള്ളവരെല്ലാം ഒരു നിമിഷം നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റിരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നിരൂപിക്കും, അത് സാധിക്കും. നീ എന്താണോ നിരൂപിക്കുന്നത്, ഇനിയുള്ള മിനിറ്റുകളിൽ അത് സാധിക്കുന്ന മിനിറ്റുകളാണ്. ഈ മിനിറ്റ് നിങ്ങൾ ദയവായി മിസ് ചെയ്യരുത്. നിങ്ങൾ കണ്ണുകൾ തുറന്ന് ആരെയും നോക്കണ്ട. നിങ്ങൾക്ക് എങ്ങനെ കർത്താവിനെ ആരാധിക്കണമോ ആ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ ഇതിനകത്ത് ആരാധിക്കണം. പിശാച് നിന്റെ വാക്തത്വത്തിന് മുകളിലിട്ട നിരൂപണങ്ങളെ ഇന്ന് പകൽ നമ്മൾ ഹൈജാക്ക് ചെയ്യാൻ പോകുകയാണ്. എത്ര പേർ റെഡിയാണ്? എത്ര പേർ റെഡിയാണ്? പിശാച് നിന്റെ തലമുറയ്ക്ക് മുകളിലിട്ട നിരൂപണം, പിശാച് നിന്റെ ഭാവിക്ക് മുകളിലിട്ട നിരൂപണത്തെ, ഹല്ലേലൂയ, നിന്റെ ആരോഗ്യത്തിന് നേരെ എന്തോ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. രോഗികൾ ഇന്ന് ചിലർ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. രോഗികൾ ആമേൻ, ഹല്ലേലൂയ. എനിക്കറിയാം അടുത്ത മിനിറ്റുകളിൽ അവരുടെ ശരീരത്തിനകത്ത് സൗഖ്യം നടക്കും. അടുത്ത മിനിറ്റുകളിൽ അവിടെ അച്ഛാ സ്വീകരിച്ചോ, ശരീരത്തിനകത്ത് സൗഖ്യം കർത്താവ് തരും. ആമേൻ, ഹല്ലേലൂയ. ചില രോഗത്തിന്റെ കെട്ടുകൾ സ്വർഗത്തിലെ ദൈവം അഴിക്കും. ആയുസ്സിന് നേരെ, പ്രാണന് നേരെ പിശാചിട്ട നിരൂപണം സ്വർഗത്തിലെ ദൈവം പൊളിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദരങ്ങളെ ചലിപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചോ, എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നാട്ടെ. കരമടിച്ച് ഓ ശവരം ധരധാരകധാരേ. അന്യഭാഷയിലെല്ലാവരും അവതരിച്ചിനെ നരനാ, പാപം ശാപം സകലവും തീർക്കാൻ അവതരിച്ചിനെ നരനാ. ദൈവകോപതി വെണ്ടരിഞ്ഞവനും ജീവിക്കുന്നു. അധികാരമുള്ള നാമത്തിൽ ഒരു സാന്നിധ്യം തുറക്കട്ടെ, ഒരു ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ശക്തി വ്യാപരിക്കട്ടെ. ഒരു അസാധാരണമായ സാന്നിധ്യം ശക്തിയോടെ ശരീരത്തിനകത്ത് ശക്തിയോടെ തുറക്കട്ടെ. തൊടുന്നു അസാധാരണ സാന്നിധ്യം ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നീ നിരൂപിക്കും. വീടിനകത്തത് സംഭവിക്കട്ടെ. നിരൂപിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അസാധാരണമായ സാന്നിധ്യം ശക്തിയോടെ ചലിക്കുന്നു. ശരീരത്തിനകത്തു നിന്ന് ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ
പിശാചിന്റെ നിരൂപണങ്ങൾ ആത്മാവീ പകൽ യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ 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 തുറക്കട്ടെ, ശക്തിയോടെ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു സാന്നിധ്യം, ഒരു പകർച്ച, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു സാന്നിധ്യത്തിന്റെ നിലവ് ശക്തിയോടെ ഇറങ്ങി വരട്ടെ. ഒരു സാന്നിധ്യത്തിന്റെ നിലവ് നീ നിരൂപിക്കുന്നത്, നീ പറയുന്നത് നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ വീടിനകത്ത് അടുത്ത 30 ദിവസത്തിനകം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു അസാധാരണ സാന്നിധ്യം ഈ മാതാവിന്റെ മേൽ ശക്തിയോടെ ശക്തിയോടെ തുറക്കട്ടെ, ശക്തിയോടെ തുറന്നു വരട്ടെ. ഒരു ദൈവ സാന്നിധ്യം പിശാചിന്റെ ചരടുവലികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ അഴിഞ്ഞു മാറട്ടെ. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം തുറക്കുന്നു. നിന്റെ വേദനകളെ, നിന്റെ തലമുറയുടെ മേൽ നീ നിരൂപിക്കുന്നത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. നീ നിരൂപിക്കുന്നത് നടക്കുകയാ, നീ നിരൂപിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ അസാധാരണ സാന്നിധ്യം, അസാധാരണ ശക്തി ശക്തിയോടെ ശക്തിയോടെ തുറക്കുകയാ. ഒരു ദൈവ സാന്നിധ്യത്തിന്റെ കവറിങ്, ഒരു ദൈവ സാന്നിധ്യത്തിന്റെ കവറിങ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അസാധാരണ നിലയിൽ യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നു, തുറക്കുന്നു. ശക്തിയോടെ ഒരു അസാധാരണ സാന്നിധ്യം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശക്തിയോടെ തുറക്കുന്നു. പിശാചിന്റെ നിരൂപണങ്ങൾ യേശുവിന്റെ